കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞായിരുന്നു വണ്ടിക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളോടെല്ലാവരും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയാവുന്നവർ, അതായത് എന്താണെന്ന് മനസ്സിലായവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇൻസ്റ്റയിലും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധനം എന്താണെന്ന് കാണിക്കുന്നതും അത് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോ ഡിസ്കും വെച്ചു, അതുപോലെ നമ്മുടെ ഫ്രണ്ടിലും വെച്ചു, അതുപോലെ തന്നെ അതേ പുറകിലും വെച്ചു. പിന്നെ നമ്മുടെ യോഷിമോറയുടെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റും കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിത് ഊരിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിടയ്ക്കാണ് ഇത് പിന്നെയും വെച്ചത്. സോ ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് ഇതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു പ്രോ ഡിസ്കും ആ ഒരു എക്സോസ്റ്റും കൂടെ കയറി കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു വേറൊരു സെറ്റപ്പ്, ഒരു കുറച്ചുകൂടി ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്രണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു പാഴ്സൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് കറക്റ്റായിട്ട് ഗസ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു പാഴ്സൽ വന്ന ആ ഒരു സാധനം. ഇത് നമ്മുടെ അക്രപ്പോക്കിൻ്റെ R1M റെപ്ലിക്ക മോഡൽ എക്സോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് നമുക്കിത് ഇതേ സെറ്റ് ചെയ്യണം. ഈ ഒരു എക്സോസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ എൻ്റെ പോകാനത് ഈ ഒരു എക്സോസ്റ്റിനേക്കാളും മാരകമായിട്ടുള്ളൊരു സൗണ്ടായിരുന്നു. സോ അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഒരു DBയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. DBയും വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം സൗണ്ട് കുറഞ്ഞു. വലിയ കുഴപ്പമില്ല, എന്നാലും നേരത്തെ വെച്ച് നോക്കുവാണെങ്കിൽ സൗണ്ട് നല്ല രീതിക്ക് കുറഞ്ഞു കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു എക്സോസ്റ്റ് വെച്ചിട്ട് കേൾപ്പിച്ച് തരാം. അതിന് മുമ്പ് ഞാനാണെങ്കിൽ ഈ ഒരു എക്സോസ്റ്റിൻ്റെ സൗണ്ടും കൂടെ കേൾപ്പിച്ച് തരാം. അതായത് വിത്ത് DBയും വിത്തൗട്ട് DBയും കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സൗണ്ട് വ്യത്യാസം നല്ല രീതിക്ക് മനസ്സിലാവും. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ അകത്ത് DB വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല എന്താ പറയുന്നത് കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടാണ്. ആ സെയിം DB നമ്മൾ ഇതേ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക കുറച്ച് ലൗഡാണ്. സോ എന്തായാലും വേറൊരു DBയും കൂടെ നോക്കണമെന്നെങ്കിൽ എന്തായാലും ചെയ്യണം കേട്ടോ. പക്ഷേ വലിയ വെറുപ്പിയിലുള്ള സൗണ്ടല്ല DB വെച്ച് കഴിയുമ്പോൾ. DB ഇല്ലെങ്കിൽ അക്രമമായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കി എൻ്റെ മോനെ ചുമ്മാ സീൻ സാധനം. നമ്മുടെ ഇത് മൊത്തം ഇവിടെ പറന്ന് കിടക്കുക കേട്ടോ. ഇതുണ്ടല്ലേ ഫുള്ള് ഇതേന്ന് പറന്ന് പോയി. പക്ഷേ അതിൻ്റെ അടുത്ത് DB ഇല്ല കേട്ടോ. DBയും കൂടെ വേണമായിരുന്നു. എന്തായാലും നോക്കട്ടെ. DBയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സീനില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര സൗണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു സാധനം ഇനിയിപ്പം നേരെ നമുക്ക് വണ്ടിയിലേക്ക് കയറ്റണം. ഓ എൻ്റെ മോനെ എന്നെ രസമില്ല കാണാൻ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ ആ ഒരു DB കില്ലർ എന്ന് പറയുന്നത്. നോക്കി ഇങ്ങനെ കേട്ടോ ഈ ഒരു സാധനം ഇരിക്കുന്നത്. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇതില്ലാതെ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ. ഇത്രയും സൗണ്ടുണ്ട്. ഇനി DB വെച്ചിട്ടുള്ളൊരു സൗണ്ട് കേൾക്കാം. കേട്ടോ, നേരത്തെ ഇപ്പോഴും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ആ ഒരു എക്സോസ്റ്റ് കയറ്റി വെക്കാം കേട്ടോ. ഈ ഒരു എക്സോസ്റ്റ് ഊരിയിട്ട് നമ്മുടേതെ ഈ ഒരു എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു ലുക്ക് നോക്കി നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് ഈ ഒരു എക്സോസ്റ്റ് തന്നെയാണ് ലുക്ക്. പക്ഷേ സൗണ്ട് കുറച്ചുകൂടെ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് DB ഇല്ലാതെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് DB ഇല്ലാതെ ഇതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി വേണേ ഒന്ന് ഓടിച്ച് കേൾപ്പിക്കാം. അതായത് DB ഇല്ലാതെ എങ്ങനെയാണ് സൗണ്ട് ഒന്ന് ഓടിക്കുമ്പം ജസ്റ്റ് കേൾപ്പിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല സൗണ്ടാണ് കേട്ടോ. ഓക്കെ, ഒത്തിരി കൈ കൊടുത്ത് ഓടിക്കുന്നില്ല ഞാൻ. ഇത് സൗണ്ട് സെറ്റപ്പാണ് കേട്ടോ ഇതിൻ്റെ.
പൊട്ടുന്ന കേട്ടോ. ഇത് മറ്റേത് വെച്ച് നോക്കുവാണെങ്കിൽ അത്ര എന്താ പറയുന്നത്, DB ഇല്ലല്ലോ, അത്ര വെറുപ്പിയിലുള്ള സൗണ്ടൊന്നുമില്ല. കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റിയില്ല, കൈ കൊടുത്ത് ഓടിച്ചാലേ അറിയത്തുള്ളൂ. എന്നാലും മറ്റേന്ന് പറയാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല സൗണ്ടാണ്. നല്ല സെറ്റ് സൗണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. എൻ്റെ മോനെ, ശരിക്കും പറഞ്ഞാൽ വെളിയിൽ നിൽക്കുന്നവർക്കേ അറിയത്തുള്ളൂ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് വെച്ചിട്ടുള്ളൊരു സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ എക്സോസ്റ്റ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ചു നോക്കിയില്ല, വെച്ച് കേട്ടതേ ഉള്ളൂ. വെച്ച് കേട്ടപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഓടിക്കുമ്പോൾ നല്ല സീൻ സൗണ്ടാണ്, നല്ല സ്മൂത്തായിട്ടുള്ള സൗണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വെളിയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാകത്തു. നമ്മൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് ഓടിക്കുന്നതുകൊണ്ട് വലിയ ഇതൊന്നും തോന്നത്തില്ല. സോ എന്തായാലും ഇനിയിപ്പം ഞാൻ ആ ഒരു DBയും കൂടെ വെച്ചിട്ട് നിങ്ങളിത് കേൾപ്പിച്ച് തരാം കേട്ടോ. സാധനം വണ്ടി ഇരിക്കുന്നതാണ്, നല്ല ലുക്കല്ലേ, നോക്കി. ഓ മൈ ഗോഡ്, സീൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു സാധനം ഇരിക്കുന്നത്, ആ ഒരു സാധനം കേട്ടോ DB കണ്ടോ, അതിൻ്റെ അകത്ത് ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുമോ, ഞാൻ അത് കാണിക്കാൻ വേണ്ടി മറന്നുപോയി. കുഴപ്പമില്ല, ഇനിയിപ്പോൾ എപ്പോഴേലും അഴിക്കുമ്പോൾ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഫുള്ള് വീണ്ടും പോയിട്ടുണ്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. ഇപ്പോഴത്തെ സൗണ്ട് എന്ന് പറയുന്നത് ഇതാ കേട്ടോ. ഇപ്പം ലൈക്ക് നേരത്തെ അത്രയും ലൗഡല്ല, എന്നുവെച്ചാൽ കൈ കൊടുക്കുന്ന സമയത്ത് ഇത്ര ലൗഡുള്ളൂ കേട്ടോ. നമ്മൾ നോർമലായിട്ടൊക്കെ ഓടിക്കുവാണെങ്കിൽ വലിയ സൗണ്ട് ഇല്ല ഇതിന്. പൊട്ടുന്നൊക്കെയുണ്ട്. ഓ മൈ ഗോഡ്, നൈസായിട്ടില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് DB വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഓടിക്കാൻ പോകാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകും കേട്ടോ, നേരത്തെ ആ ഒരു സൗണ്ടും ഇപ്പോഴത്തെ ആ ഒരു സൗണ്ടും. എനിക്കും ഇത് വെച്ചിട്ട് ഓടിച്ച് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ലൈക്ക് ഓടിക്കുമ്പോൾ നല്ല രീതിക്ക് സൗണ്ട് കുറവുണ്ടായിരിക്കും. എന്തായാലും ലെറ്റ്സ് സീ. DB വെച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ സൗണ്ട്. എന്നാലും ചെറിയൊരു വ്യത്യാസം. നമ്മൾ വലുതായിട്ട് കൈ കൊടുക്കുന്നില്ലെങ്കിൽ വലിയ സീനില്ല. അതായത് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ വലിയ സൗണ്ട് ഇല്ല. എന്ന് വെച്ചാൽ ആൾക്കാരൊന്നും ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന്. പക്ഷേ അല്ലെങ്കിൽ നല്ല സൗണ്ടാണ് കേട്ടോ, സീനാണ്. കുഴപ്പമില്ല. കൈ ഞാൻ ഫുള്ള് കൈ കടുത്ത് കേൾപ്പിച്ച് ഇത് കേട്ടോ.
നല്ല ആൾക്കാരുടെ റിയാക്ഷൻ അത്യാവശ്യം സൗണ്ട് ഉണ്ട് കേട്ടോ. സൗണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, സൗണ്ട് ഉണ്ട്. ഇതുണ്ടല്ലേ ഇപ്പൊ നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സൗണ്ട് ഉണ്ട് കേട്ടോ. DB വെച്ചാലും ഈ ഒരു സൗണ്ട് തന്നെയായിരിക്കും. സീൻ ഇത് കൈ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഒത്തിരി. ഇത് എക്സോസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്ക് സൗണ്ട് കൂടി കേട്ടോ. DB വെച്ചിട്ടും സൗണ്ട് കൂടുതൽ, DB ഇല്ലേലും സൗണ്ട് കൂടുതലാട്ടോ. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.